പിള്ളേരെ കാണില്ലല്ലോ. എനിക്ക് തോന്നല്ലോ ഇതൊന്നും വർക്കൗട്ട് ആവുന്നു. മനുഷ്യനായ കുറച്ച് ശുഭാപ്തി വിശ്വാസമൊക്കെ വേണമെന്ന് വെച്ചാൽ അച്ഛമ്മ കുപ്പിയിലാവും. അങ്ങനെ തന്നെ എനിക്ക് തോന്നണം. മുത്തശ്ശി എന്റെ പേരിൽ ഇത് തരാന്ന് പറഞ്ഞ വീട് നിങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ വരട്ടെ. വേഗം പോയിട്ട് മുദ്ര പേപ്പർ വെച്ചിട്ട് എഴുതാനുള്ളത് നോക്കാം. വെച്ചിക്കണ്ട. മുത്തശ്ശി എന്റെ പേരിൽ എഴുതി തരാന്ന് തീർത്തങ്ങ് പറഞ്ഞു. എന്നാലും മുത്തശ്ശിയാണ് എപ്പോഴാ മനസ്സ് പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച, നമുക്ക് നാളെ നോക്കാം. വൃത്തികെട്ടവനെ ദുഷ്ട, നിനക്ക് ഇതെങ്ങനെ തോന്നിയടേ? ഞാനാ ദുഷ്ടനാ? ഞാൻ തോന്നിയത്? ഈ പാവ ഉള്ള കുട്ടി ഒന്നും അറിഞ്ഞൂടാ. എന്റെ വീടും തട്ടിയെടുത്തിട്ട്. അച്ഛന്റെ വീടാ? ഇതെങ്ങനെ അച്ഛന്റെ വീടാവും? അച്ഛമ്മയുടെ വീട്. ഇവിടുത്തെ ഓരോ അറ്റകുറ്റ പണികൾക്കേ എന്റെ ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്. ലക്ഷങ്ങളാ? ആ ഏറെക്കുറെ അത്രയൊക്കെ തന്നെ വരും. എടി, ഈ വീട്ടിലെ ഓരോ ചുടുകല്ലും മേളിൽ പാകിയിരിക്കുന്ന ഓരോ വീടിലാ എന്റെ കൈപ്പാടുണ്ട്. ഇതൊന്നും അറിഞ്ഞൂടാതെ നീ ചുമ്മാ അവന്റെ കൂടെ അങ്ങ് സൈഡിൽ ചേർന്ന് നിന്നോണം. അച്ഛൻ മാന്യമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ. അച്ഛനാണ് ഇവിടെ തറയെ ചവിട്ടരുത്, ജനൽ തുറക്കരുത്, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നല്ല തേപ്പളിയാ, നല്ല തേപ്പ് കേട്ടാ. തേപ്പാ? കൊള്ളാം. അച്ഛമ്മ പേരെ കൊച്ചിന് വീട് എഴുതി കൊടുത്ത് ഞാൻ നിന്നെ എങ്ങനെ തേച്ചു? എങ്ങനെ തേച്ചെന്നാ? ഡേയ്, ഇവനെ പിള്ളേരെ പറഞ്ഞോട്ട് അമ്മയെ പറ്റിച്ചതാടേ. അച്ഛൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. അച്ഛന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. മതിയോ മാമ? മാമ എന്റെ അടുത്ത് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഡേയ്, നീ മിണ്ടായിരി അവിടെ. നീ എന്തോന്ന് കിടന്ന് ചാടണത്? നീ പണ്ട് ലൈറ്റ് കത്തണ ഷൂസ് അടിച്ചോണ്ട് പോയതുപോലെ വീടും കപ്പിക്കൊണ്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചാ? എല്ലാം പറഞ്ഞ് കടപ്പാടെ കൊണ്ട് പോയല്ലേ നിങ്ങൾ? ഇത്തിരി പോന്ന പിള്ളേരെ വിട്ട് അടിച്ചെടുത്തല്ല. നമുക്ക് കടപ്പാടൊന്നും വേണ്ട. അച്ഛമ്മ കൊടുത്ത ഞങ്ങൾ എന്തോ ചെയ്തേ? ഞങ്ങളെ തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. അളിയാ, ഇത് മോശമായി അളിയാ. എന്താ മോശം? അളിയ ലൈറ്റ് എത്തണ ഷൂന് വേണ്ടി നമ്മളിങ്ങനെ ഒരുമാതിരി മാറ്റി നിന്റെ ലൈറ്റ് എത്തണ ഷൂ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്താണ്. അളിയന് വേണ്ടി. എനിക്ക് വേണ്ട. എടേ, അച്ഛന് വീട് കൊടുക്കരുത്, അതായിരുന്നല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. അത് നടന്നില്ലേ? അതുള്ളത് തന്നെ. ഡേയ്, നീ ഇവിടെ നിന്ന്. അയ്യോ, എന്തൊരു ബുദ്ധി! ഇങ്ങനത്തെ മക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ. അച്ഛൻ ഒന്ന് ഇങ്ങോട്ട് മാറിക്കേ. ഇല്ല, നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു എന്നാ ഒരു വാക്ക് ഞങ്ങളോട് പറയണ്ടേ? ഞങ്ങൾക്കും ഇല്ലേ ഒരു കൊച്ച്? ഇടി അതുപോലെ ആണോടി പല്ലവി ഇപ്പൊ കെട്ടിക്കാറാവത്തില്ലേ? ഇപ്പൊ കെട്ടിക്കാൻ പോണെന്നാ? അതല്ലേ ഈ സമയം ഇപ്പൊ പോകുന്ന സ്പീഡ് നീ കാണുന്നില്ല ശിവ? ഞാൻ ഒന്നും കാണുന്നില്ല. എടാ, ഒന്ന് അടങ്ങിട്ട് സുമേഷ്. അടങ്ങുന്നത് ചേട്ടാ. എന്റെ കല്യാണം പല്ലവിടെ കല്യാണം ഇവിടെ ആദ്യം നടക്കുന്നത്. ഇത് ഫുള്ള് ഫൗൾ കളിയാ. ഞാനേ ഇവിടെ പോത്തോലെ വളർന്നിരിക്കുന്ന ആർക്കും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചോദിക്കടാ മോനെ. ഡേ ഉത്തമ, നീ നിന്റെ മോളെ കേക്ക്. നീ നിന്റെ മോളെ കെട്ടിക്കണമെങ്കിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വേണം കെട്ടിക്കേണ്ടത്. അല്ലാതെ അമ്മയുടെ കാരണവന്മാരുണ്ടാക്കിയ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. അച്ഛൻ തറയിലും ചവിട്ടാൻ പാടില്ല, ഭിത്തിയിലും ചാരാൻ പാടില്ല. കണ്ട ഇതേ പല്ലവിക്ക് വീട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ ഇത് ചോറുള്ള ആർക്കാണ് അറിഞ്ഞൂടാത്തത്? ചോറ് ഉണ്ണാത്തവർക്ക് മനസ്സിലാവും. വയസ്സായ ഒരു സ്ത്രീ അതും ഇതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വീട് തട്ടിയെടുത്തൊന്നും പോരാ. നാളല്ലല്ലോ നിന്റെ സ്ത്രീ അച്ഛമ്മ. ഈ ഇടയായിട്ട് ഇവളുടെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ. തോന്നാ അയ്യോടി, ഇവിടെ സംസാരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ ചേച്ചി വിചാരിക്കുന്നത്? പിന്നല്ലാതെ ഓരോ ഊളത്തരം കാണിച്ചിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംസാരിക്കാം. എടി ഉത്തോണ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വന്ന് എന്തോ ചെയ്യും. എന്റെ ഭാര്യ എടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണോ? കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണേ. ചേട്ടാ, അച്ഛമ്മടുത്ത് പറഞ്ഞ മര്യാദ ഇതല്ല എന്റെ പേര് എഴുതണം. ഇത് ഞാൻ ശരിയായ വയസ്സ് ഞാൻ എന്തോ പോയി പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വലിയ പുണ്യാണ്. ഒന്ന് പോടെ മണ്ണ്. എന്തുവാ ഞാൻ തന്നെ എന്റെ കൈ ഇവിടെ മാങ്ങ വരയ്ക്കാനൊന്നും പോകത്തില്ല. മാറുന്നു എന്തുവാ? അവകാശം ഞാൻ തന്നെ. വീടിന് വേണ്ടി അടികൂടണം അച്ഛമ്മ. കണ്ടിട്ട് മനസ്സിലായില്ലേ? വീടിന് വേണ്ടി അടികൂടണം. നിർത്താൻ പറയട്ടാ. വേണ്ട തുടങ്ങിക്കോട്ടെ. എനിക്ക് അവകാശപ്പെട്ടത് ഇത്. ഇതിന് ഇളയവൻ ഞാൻ തന്നെ. എനിക്ക് അവകാശപ്പെട്ട തൊഴുത്ത് ഷെഡ് കൊടുത്തു. എടാ ഉത്തമ, പറയണോ അച്ഛമ്മ? പല്ലവിയെ കെട്ടിക്കാന് നീ എല്ലാ അച്ഛന്മാരും ഉണ്ടാക്കുന്നവർക്ക് നീ അങ്ങ് ഉണ്ടാക്കിയെടുത്താ മതി. അച്ഛമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞു? എല്ലാം എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും ഇല്ലേ അച്ഛമ്മ? പിന്നെ നിനക്ക് പോളാ. തൽക്കാലം ഇപ്പം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല.
എൻ്റെ കാലശേഷം അനാഥമം നിർത്തി കൊടുക്കുന്നതേ ഉള്ളൂ. അത് മതി അമ്മേ, അതാ നല്ലത്. എടി, ലളിതേ, പിന്നല്ലാതെ പട്ടിക്കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റിന് കടിപിടി ഓടുന്ന പോലായിരുന്നു. അച്ഛമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാനൊന്നുമില്ല, എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. നീ ഒറ്റ ഒരെണ്ണം ശരിയല്ല. ശരി അച്ഛമ്മ. എല്ലാവർക്കും സമാധാനമായല്ലേ? ആ, ഏ ആ, ആ. നേരത്തെ എന്തൊക്കെയായിരുന്നു എന്നെ വിളിച്ചത്? സന്തോഷമായല്ലോ. ഏ ആ. നേരത്തെ എന്തൊക്കെയാ എന്നെ വിളിച്ചേ? ഉടായിപ്പ്, അധികപ്പറ്റ്, ഉപകാരമില്ലാത്തവൻ. എനിക്ക് അപ്പോഴേ അറിയാതെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു. എന്താടി മര്യാദ കഴിച്ച് പോക്കോ.